ഭയങ്കര അപകടമാണ്. ഇതൊരിക്കലും നമ്മുടെ വയറിൽ എത്താൻ പാടില്ല. അത്രയും അപകടം പിടിച്ചൊരു സാധനമാണ് കേട്ടോ അത്. പിന്നെ നല്ല വയസ്സെത്തി ആയാലേ ഇത് പഴുപ്പ് വരുള്ളൂ. അതുകൊണ്ടാണ് ചുക്കി ചുളിഞ്ഞ മുഖം വരുന്നത് കാരണമാണ് ഇതിനെ അമ്മൂമ്മ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ജസ്നിയാണ്. ഇന്ന് ഞാൻ നമ്മളൊക്കെ പഴയ കാലത്ത് കണ്ടു മറന്ന ഒരു നൊസ്റ്റാൾജിക് പഴം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോയുമായി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഈ പഴം നമ്മളൊക്കെ മനസ്സിലുണ്ടായിരിക്കും അല്ലേ. എന്തതിൻ്റെ പേര്? അമ്മൂമ്മപ്പഴം, അതുപോലെ തന്നെ മൂക്കളപ്പഴം, ഇങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന ഈ പഴത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇത് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് കേട്ടോ, ഒരു വള്ളിയാണ്. ഈ വള്ളിച്ചെടി കാട്ടിലാണ് അധികം ഇപ്പോൾ കാണുന്നത് അല്ലേ. അപ്പോൾ തലമുറക്കൊന്നും ചിലപ്പോൾ അത് അറിയുണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ അപകടമുണ്ട് കേട്ടോ. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നിങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ചേട്ടനൊക്കെ ഒരുപാട് കണ്ടിരുന്നു, ഇപ്പോൾ അതൊന്നും കാണാനേ കിട്ടണില്ല. പിന്നെ നമ്മളെ നാട്ടിൽ ഓരോ സ്ഥലത്തും ഇതിന് ഓരോ പേരൊക്കെയാണ് പറയൽ കേട്ടോ. ഇവിടെ അമ്മൂമ്മപ്പഴം എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്താ പറയുക? മക്കളെ പോറ്റി എന്നൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് ഒരുപാട് പേരുകൾ ഉണ്ട് എന്നറിയാം. അതൊക്കെ അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ അതേ ഫാമിലിയിൽ വരുന്ന ഒരു പഴമാണ് കേട്ടോ. ഇതിൻ്റെ ഒരു കവറിങ് ഉണ്ട്, ഇതിൻ്റെ പുറത്തൊരു കവറിങ്. ഇതിൻ്റെ വിത്തുകൾ ഫാഷൻ ഫ്രൂട്ടിൻ്റെ അതേപോലെ തന്നെ ഒരു ജെല്ലി കവറിങ്ങോട് കൂടിയ വിത്തുകളാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ ഭംഗിയില്ലേ, അടിപൊളിയാണ്. പക്ഷേ ഇതിൻ്റെ ഈ തോടുണ്ടല്ലോ, അത് ഭയങ്കര അപകടമാണ്. ഇതൊരിക്കലും നമ്മുടെ വയറിൽ എത്താൻ പാടില്ല. അത്രയും അപകടം പിടിച്ചൊരു സാധനമാണ് കേട്ടോ അത്. പിന്നെ ഇതിൻ്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചെറിയൊരു നെല്ലിക്കൻ്റെ കുരു പോലെയാണ് ഇതിൻ്റെ ഉള്ളത്തെ ഈ ഒരു പഴം വരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നേരിയൊരു പുളിപ്പാണ്. പുളിപ്പും ഒരു മധുരം കൂടി കലർന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ അതിന് വരുന്നത്. ഇത് പൊതുവേ ഇതിൻ്റെ പഴങ്ങളൊക്കെ കഴിക്കാൻ വരുന്നത് ഈ പൂമ്പാറ്റകളൊക്കെ അല്ലേ, പൂമ്പാറ്റ വർഗത്തിൽപ്പെട്ട ജീവികളാണ് ഇതധികം ഇതിൻ്റെ പഴങ്ങളും ഇലയൊക്കെ ഭക്ഷിക്കുന്നത്. മൂത്ത് കഴിഞ്ഞാലാണ് നല്ല ചുക്കി ചുളിയുമ്പോഴാണ് ഇത് പഴുക്കുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് അമ്മൂമ്മപ്പഴം എന്ന് പറയുന്നത്. നല്ല വയസ്സെത്തി ആയാലേ ഇത് പഴുപ്പ് വരുള്ളൂ. അതുകൊണ്ടാണ് ചുക്കി ചുളിഞ്ഞ മുഖം വരുന്നത് കാരണമാണ് ഇതിനെ അമ്മൂമ്മ എന്ന് വിളിക്കുന്നത് കേട്ടോ. അത് ഇളയതാണ്, ഇതിൻ്റെ വിത്തുകളൊക്കെ ആവുന്നേ ഉള്ളൂ കേട്ടോ. പണ്ട് കാലത്തുള്ളവരിത് ഒറ്റമൂലിയായിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. വിരശല്യം, അതുപോലെ തന്നെ ക്ഷയരോഗത്തിന്, കൂടാതെ വന്ധ്യതക്ക് പോലുള്ള ചികിത്സയായിട്ട് ഈ അമ്മൂമ്മപ്പഴം ഉപയോഗിച്ചതായിട്ടൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പഴുത്ത് കഴിഞ്ഞതാണ് കേട്ടോ. അതിൻ്റെ ഉള്ളത് കണ്ടില്ല, ഇതൊക്കെ ജീവികൾ തിന്ന് പോയിട്ടുണ്ട്. പാഷൻ ഫ്രൂട്ടിൻ്റെ അതേപോലെ തന്നെയാണ്, പക്ഷെ ഇത് മൂത്തിട്ടില്ല. എന്നാലും ഞാൻ വെറുതെ ഒന്ന് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. നമ്മൾ ഒറിജിനൽ പാഷൻ ഫ്രൂട്ടിൻ്റെ തരികളില്ല, അതേപോലെ ഇത് ശരിക്കും പാഷൻ ഫ്രൂട്ട് ഫാമിലിയിൽ വരുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ പുളിപ്പും ഒരു ചവർപ്പൊക്കെയാണ് ഉള്ളത്, പക്ഷെ ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. കാരണം ഈ ഒരു ചെടിയെ പറ്റിയിട്ട്, വള്ളിയെ പറ്റിയിട്ട് കുറേ ആളുകൾക്ക് അറിയാത്തവർ ഇപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത് കാണുന്നതെങ്കിൽ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ കിടുക്കാച്ചി വീഡിയോയുമായിട്ട് ഇനി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.